ഹലോ ഗായ്സ്, നമ്മൾ പിന്നെയും വന്നിരിക്കുന്നു നമ്മുടെ സോളാർ പാനലിൽ നിന്ന് ലൈറ്റിലോട്ടുള്ള കണക്ഷൻ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പോയി കണ്ടിട്ട് വരിക. നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ വേണ്ടിയിരിക്കുന്നത് കാരണം നമ്മുടെ വീഡിയോസിൻ്റെ ഷെയർസും വ്യൂസും നല്ല രീതിയിൽ കയറുന്നുണ്ട്. കൊളാബ് അടിച്ചിട്ടാണ് എൻ്റെ 2 അക്കൗണ്ടാണ് മെയിനായിട്ട് കൊളാബ് അടിച്ചിരിക്കുന്നത്. എൻ്റെ 2 അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആർട്ടോണും ഇതുമാണ്. ഇവിടെ ഈ ചെറിയൊരു പോയിന്റ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ഷനുണ്ടോ, ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുന്നു. ഈ കണക്ഷനിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ 2 വയസ്സ് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ വേറൊരു കണക്ഷൻ നമ്മൾ കൊടുക്കും. സോളാർ പാനലിൻ്റെ കറക്റ്റ് കണക്ഷനാണിത്. ഡയറക്റ്റുള്ള കണക്ഷനാണ്. സോളാർ പാനലിൽ നിന്ന് ഡയറക്റ്റുള്ള കണക്ഷൻ ആയതുകൊണ്ട് നമ്മളൊരു 2 കൊടുക്കും. ഇത് നമ്മൾ സ്പീഡ് കൺട്രോളറല്ല, ഇലക്ട്രിസിറ്റി കൺട്രോളർ എന്ന് നമുക്ക് വിളിക്കാം. അതുമായിട്ട് കണക്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണല്ല വെച്ചിരിക്കുന്നത്. നമ്മൾ സൈഡിൽ എക്സ്ട്രാ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇതിന്. അതെല്ലാവരും കണ്ടെന്ന് എനിക്കറിയാം, എന്നാലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററിയിലുള്ള കണക്ഷൻ കൊടുക്കാതെ ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു സ്വിച്ച് ബോർഡിലാണ് കണക്ഷൻ കൊടുക്കുന്നത്. അതായത് ഈ ഒരു ബ്ലൂ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതിനകത്തുനിന്ന് ഈ ഒരു അറ്റത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് സ്വിച്ചിലോട്ട് കൊടുക്കാതെ നമ്മൾ സ്പീഡ് കൺട്രോളറാണ് കൊടുക്കുന്നത്. നമ്മൾ സ്പീഡ് കൺട്രോളിലോട്ട് കൊടുക്കും തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ സ്പീഡ് കൺട്രോളറിലോട്ടാണ് പവർ കൊടുക്കുന്നത്. ഓക്കെ, സ്പീഡ് കൺട്രോളറിലാണ് പവർ പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ പഴയ ലൈറ്റിൻ്റെ കണക്ഷൻസ് മാറ്റാനുള്ള സമയമായി. അപ്പോൾ ഈ ഒരു സ്പീഡ് കൺട്രോളറിൻ്റെ ഈ ഒരു കണക്ഷൻസും കാര്യങ്ങളും നമ്മൾ ഫ്രെയിമിന് ഇത് കിട്ടണമെന്നില്ല കേട്ടോ. കാരണം നമ്മളിത് ചെയ്ത് വെച്ചേക്കുന്നത് ഫ്രെയിമിൽ കിട്ടത്തില്ല. കാരണം നമ്മൾ ഒറ്റ ആംഗിളിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അല്ലാതെ എനിക്ക് വീഡിയോ എടുത്തേക്കാൻ ആരുമില്ല. അത് ഞാൻ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സംഭവം സെറ്റ് ചെയ്തു എങ്കിലും അറിയാമല്ലോ, നമുക്ക് വീഡിയോ ഒത്തിരി കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. എന്നെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ ഒന്ന് വയേഴ്സിൻ്റെ കാര്യങ്ങൾ കണക്ഷൻ ഒന്ന് ചെയ്തിട്ട് വരാം. അതായത് നമ്മൾ കണക്ഷൻ ചെയ്യാനല്ല പോയത്, കണക്ഷൻസിൻ്റെ ഒരു സെറ്റപ്പ് ആക്കാൻ പോയതാണ്. അപ്പോൾ കണക്ഷൻ ചെയ്യുന്ന എല്ലാവരും അറിയണ്ടേ, എല്ലാവർക്കും കറക്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കണക്ഷൻസും ഇതിങ്ങനെ കയറ്റുമ്പോൾ മറ്റേതിൻ്റെ കൂടെ വയേഴ്സ് അതിനകത്ത് കയറ്റും. ഓക്കെ, ആദ്യമേ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ആദ്യമേ ചെയ്താണൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് 2 പവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാവുന്നൊരു സ്വിച്ചാണ്. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന സ്വിച്ച് അങ്ങനെ ഒരു സ്വിച്ചായിപ്പോയി. നമ്മൾ പ്രശ്നത്തിലാണ് വലിയ. നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ ലൈറ്റ്സും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ പ്രശ്നത്തിലാണ്. സ്പീഡ് കൺട്രോളർ വർക്ക് ചെയ്യുന്നു എന്നുള്ള വലിയൊരു പ്രശ്നം. ഓക്കെ, വർക്കിംഗ് ആണ് ഗൈസ്.
നമ്മൾ ഈ വയറിങ് പരിപാടി കഴിഞ്ഞിട്ട് വരാം ഗൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടി. ഓക്കെ ഗൈസ്, നമ്മൾ സോളാർ പാനൽ വെച്ച് കത്തുന്നത് ഗൈസ്. ഇത് എക്സ്ട്രാ ഒരു ബാറ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ സോളാർ പാനലുമായിട്ടും ബാറ്ററിയുമായിട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ ആണെങ്കിലും ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇത് റീചാർജബിൾ അല്ല. സോളാർ തനിയെ വർക്ക് ചെയ്യും. ഇപ്പോൾ കാര്യം പിടികിട്ടിയവരുണ്ട്, പിടികിട്ടാത്തവരുമുണ്ട്. കണ്ടു, ഈ ലൈറ്റ്സും കാര്യങ്ങളും കൺട്രോളിങ് ആണ്. നമുക്കിത് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കണക്ഷൻ കണ്ടോ, നമ്മൾ ഡയറക്റ്റ് കൊടുത്തൊരു കണക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു കണക്ഷൻ ഡയറക്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഈ ഒരു കണക്ഷൻ ഇതുവഴി വഴിക്ക് നമ്മൾ ഒരു ലൈറ്റിലോട്ടല്ല കൊടുക്കേണ്ടത്. ഇത് നമ്മൾ പല കണക്ഷൻസുമായിട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ അതിനകത്ത് ലൈറ്റ് വെക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ലൈറ്റ്സ് എന്ന് പറയുന്നത് സ്ട്രിപ്പ് ലൈറ്റ്സ് ഉണ്ടല്ലോ, 20 രൂപയുടെ 15 രൂപയുടെ, അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ആ സൈക്കിളിൽ എല്ലാം കൂടെ കയറ്റിയിട്ട് ലാസ്റ്റ് പണിയാവാതെ മതി. പിന്നുള്ളത് നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് നമ്മൾ ഊരിയാൽ മാത്രമേ നമുക്കത് റീചാർജ് ആക്കും. നമ്മൾ ആദ്യം വിചാരിച്ച് ഈ സോളാർ പാനൽ വെച്ചങ്ങ് റീചാർജ് ചെയ്യുന്നതൊക്കെ കാണും. പലിശയുണ്ടല്ലോ, നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ 3 ചാർജേഴ്സിന് 3 വള്ളിയുണ്ട്. ആ 3 വള്ളി നമുക്ക് ഒറ്റനകത്ത് കണക്ട് ആക്കത്തില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ യൂട്യൂബിൽ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത വർക്ക്. അപ്പോൾ എല്ലാവർക്കും വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.